ആയിട്ടുണ്ട്. നമ്മൾ ഈ തിയേറ്ററിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന പോലെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതെൻ്റെ ഫസ്റ്റ് കോളേജ് പ്രോഗ്രാമാണ്. സോ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ നിമിഷം മുതൽ ഇതുവരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇത് രാവിലെ റെഡി ആയിട്ട് പോവുകയാണ്. എനിക്ക് ഒരു കോളേജിൽ ഫംഗ്ഷൻ ഉണ്ട്, ശിവജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നമ്മുടെ അമരവിളയ്ക്ക് അടുത്താണ്. അപ്പോൾ രാവിലെയാണ് 9:30 എത്തണം. സോ നമുക്ക് റെഡി ആയിട്ട് പോവാം. ഞാനൊരു വൈറ്റ് കുർത്തിയാണ് കേട്ടോ ഇടുന്നത്. ഈ ഒരു കഴിഞ്ഞൊരു ഫംഗ്ഷനിൽ നമ്മൾ ഷോർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ സമയമില്ല, അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഒന്ന് റെഡി ആവാം. മോയ്സ്ചറൈസർ ഇട്ടോ. നമ്മുടെ സൺസ്ക്രീനിൻ്റെ കാര്യം ഇതിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉടനെ അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ ലൈറ്റായിട്ടൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൗഡർ ഇടാം. ഞാൻ അധികം മേക്കപ്പ് ഒന്നും ഇടുന്നില്ല, ബിക്കോസ് എന്ന് വെച്ചാൽ അധികം മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പുട്ടിയായിട്ടൊന്നും ഇടുന്നില്ല. ഇതിപ്പോൾ എൻ്റെ പൗഡർ പൊട്ടിപ്പോയി കേട്ടോ. എന്താ എനിക്ക് കളയാൻ വയ്യാത്തതുകൊണ്ട് പൗഡർ ഇടണം. സോ ആ ഒരു മാറ്റ് ഫിനിഷ് കിട്ടണമെങ്കിൽ നമുക്ക് പൗഡർ ഇടണം. ഞാൻ ജസ്റ്റ് ലൈറ്റൊന്ന് പൗഡർ ഇട്ടു. കണ്ണും ഈ പറഞ്ഞതുപോലെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ചെറിയൊരു ഗ്ലിറ്ററാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ടിൻറ്റ് ഇല്ലാതെ എനിക്കൊരു മേക്കപ്പേ ഇല്ല, അപ്പോൾ ടിൻറ്റ് ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് കണ്ണും ഈ പറഞ്ഞതുപോലെ ഞാൻ അടിഭാഗം മാത്രം നന്നായിട്ട് എഴുതിയിട്ട് അതൊന്ന് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കണ്ണ് ഭയങ്കര വലുതായിട്ട് തോന്നും. യെസ്, അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഹെയർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ ഞാനത് ജസ്റ്റ് സെറ്റ് ചെയ്ത് ബ്ലോ ഡ്രൈയുടെ ഒരു സെമി ബ്ലോ ഡ്രൈ ആയിട്ടോ ചെയ്തത്. എനിക്ക് ഒരുപാട് വേവും വേണ്ട, ഭയങ്കര കേളി ആയിട്ട് ഇരിക്കേണ്ട, പക്ഷേ ഇറ്റ്സ് ലുക്ക് സോ ഗുഡ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ നല്ലൊരു 2 ലെയറിൻ്റെ ഒരു നെക്ക് പീസ് കൊടുത്തിട്ടുണ്ട്, നെക്ലൈസ്. ഇനി ഒരു കമ്മൽ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ താഴെ ചെറിയൊരു സ്റ്റഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റഡും ഒരു ബാങ്കിൾ, മേ ബി ഒരു ബാങ്കിൾ അല്ലെങ്കിൽ ഒരു വാച്ചും കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഓവർ. സോ നമുക്ക് പോവാം, സമയം ഒരുപാടായി ഗൈസ്. ഇനി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതെൻ്റെ ഫസ്റ്റ് കോളേജ് പ്രോഗ്രാമാണ്. സോ എനിക്കറിയത്തില്ല, ഈ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ കോളേജിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മളെക്കാളും കൊച്ചു പിള്ളേരായിരിക്കും, അവരടുത്ത് ലൈക്ക് എന്താ സംസാരിക്കും, പ്രത്യേകിച്ച് കോളേജ് പിള്ളേരും കൂടെ ആവുന്നതുകൊണ്ടേ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഭയങ്കര ഒത്തിരി സ്റ്റുഡൻസ് ഒന്നുമില്ല, ഐ തിങ്ക് ഒരു 500 അടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അമ്മയും ഉണ്ണിയായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്ത് പ്രോഗ്രാമിന് നമ്മൾ ഒരുമിച്ചായിരിക്കും കേട്ടോ എപ്പോഴും പോകുന്നത്. സോ അമ്മയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സൽവാറാണ്, അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഈ ഒരു ചെറിയൊരു കമ്മലും കൂടെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ വന്നപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ് അവിടെ പോയിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട്. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ കോളേജിൽ പോകുന്നത്. Amanal Nair, who has taken time out to join with us today. Your presence means a lot to us. We are delighted to have you with us, ma'am. Let's extend a warm welcome. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനർജിയുടെ ഹായ് പറഞ്ഞെല്ലാവരും. പ്രോഗ്രാമിന് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു ബെസ്റ്റ് പ്രോഗ്രാം ഞാൻ മിസ് ചെയ്തത്. സീരിയസ്ലി സത്യമായിട്ട് ഞാൻ പറയാട്ടോ. ഈ പ്രോഗ്രാം അനുസാർ കോൺടാക്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ എത്തുന്നത് വരെ കറക്റ്റായിട്ട് എന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അതിനുപരി എന്നെ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, എൻ്റെ യൂട്യൂബ് ഫോളോവേഴ്സ് എല്ലാം കറക്റ്റായിട്ട് പ്രിൻസിപ്പൽ സാർ പറഞ്ഞു. ആദ്യമായിട്ടോ
അത് വേറൊരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോളേജ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം കോളേജിൽ കുട്ടികളെ എങ്ങനെയായിരിക്കും, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പങ്കെടുക്കുന്ന ഫസ്റ്റ് കോളേജ് പ്രോഗ്രാമാണ്. അപ്പം എവിടെ പോകുമ്പോൾ എന്ത് പറയും, അവരെങ്ങനെയാണ്, ഞാനെന്തോ ഇവിടെ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന്റെ ഫീൽഡാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഭയങ്കര ലക്കിയാണ് ഇങ്ങനെ ഒരു കോളേജിൽ പഠിക്കാൻ പറ്റുക. ഭയങ്കര റയറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ടീച്ചേഴ്സ് എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. നിങ്ങളെന്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? സ്റ്റഡീസിന് മാത്രം അത് വേണം. മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്, ശിവജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സൂപ്പർ ആണ്. വേറെ എടുത്തു പറഞ്ഞു. ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും സംസാരിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഒരു ടെൻഷനില്ല ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എന്റെ അമ്മ അവർക്ക് പറയുന്നത് പെട്ടെന്ന് പോണം, സൗണ്ട് തുടങ്ങണം. ഓക്കെ, വേറൊരു കാര്യമായിട്ട് പറയണം. അവരിവിടെ ഉണ്ടോ, എനിക്ക് മെസ്സേജ് അയച്ചൊരു കുട്ടിയുണ്ട്. ചേച്ചി, ഞാൻ 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ചേച്ചി കോളേജിൽ വരുമ്പോൾ എൻ്റെ പേരും എൻ്റെ ബാച്ചും എടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പേര് ഞാൻ പറഞ്ഞു. എൻ്റെ ബ്രദർ ടൈലർ ഫോൺ അതുകൊണ്ട് പേര് നോക്കാൻ പറ്റില്ല. അന്ന് എനിക്ക് നിൽക്കോ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. ഞാൻ അത്ര ഡാൻസ് ഒന്നും അല്ല. പക്ഷെ എൻ്റെ അടുത്ത് നല്ല ടീച്ചർ വന്നപ്പോഴേ പറഞ്ഞു നമ്മുടെ പിള്ളേരൊക്കെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല എന്ന്. അപ്പം കൂടെ ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഞാൻ അടിച്ചു പൊളിച്ചിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ കോളേജിൽ ഞാൻ പോയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടെ കിട്ടിയത്. അത്രയ്ക്കും സൂപ്പറായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതിൽ ആരെങ്കിലും നമ്മുടെ പിള്ളേരോ ടീച്ചേഴ്സോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അത്രയ്ക്കും അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടാണ്. അവിടുത്തെ പരിപാടിക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കുട്ടികൾക്ക് നമുക്ക് പ്രൈസ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനും ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്കും അത്രയും പഠിത്തത്തിൽ ഫസ്റ്റിൽ നിൽക്കുന്ന കുട്ടികൾ, അതെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഞാൻ ടയേർഡായി. ഇനി നേരെ വീട്ടിൽ വന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഇതെനിക്കിന്ന് വന്ന സാരി കേട്ടോ, നല്ല റെഡ്. ഇത് ചില്ലി റെഡാണ്. ഇത് നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം അതിനൊരു ഭംഗിയുണ്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയിക്കും. നല്ല വീതിയുള്ള ബോർഡർ, നല്ല പ്യുവർ കോട്ടൺ ആണ്. അതേപോലെ ഭയങ്കര സ്റ്റിഫായിട്ട് അങ്ങനെ ഇരിക്കും നമ്മൾ കൊടുത്താൽ. എൻ്റെ ഡയറ്റ് റൊട്ടീൻ ഹവാറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഡയറ്റ് റൊട്ടീൻ പറഞ്ഞു തരില്ല. ബിക്കോസ് ഇപ്പം മെലിഞ്ഞത് തന്നെ ഭക്ഷണം ഭയങ്കരമായിട്ട് കുറച്ചെന്ന് വെച്ചാൽ പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു. മൊത്തത്തിൽ ഭക്ഷണം കുറച്ചാണ് മെലിയാനുള്ള ഒന്നാമത്തെ റീസൺ കേട്ടോ. പക്ഷേ എനിക്കുള്ള പ്രശ്നം ഡബിൾ ചിന്നാണ്. അപ്പം നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡബിൾ ചിൻ നന്നായിട്ട് കുറയും. കയ്യിലെ വെള്ളം കാണി, ചൂടൊന്നും ഇല്ല. ഉപ്പ് കൂടിയിട്ടേ ഉള്ളൂ. നല്ല ഉപ്പുണ്ട്, നല്ല ഉപ്പുണ്ട്. അങ്ങനെയാണോ നമ്മളുണ്ടാക്കിയ ഇതിൻ്റെ പേരെന്തായാലും ചിക്കൻ നഗറ്റ്സ് ആണ്. കുറച്ച് കരിഞ്ഞു പോയി. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ കറക്റ്റ് ഫ്രൈ ടൈം നമുക്കറിയത്തില്ലായിരുന്നു. നമുക്കെന്നല്ല, എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ ഫിഷ് ഫ്രൈ പോലെ കരിഞ്ഞു പോയി ഗൈസ്. എൻ്റെ 3 നഗറ്റ്സ് വേസ്റ്റ് ആയിപ്പോയി. ഉണ്ണി അപ്പുറത്ത് ഇതിന് ചെയ്യുന്നുണ്ട്, എയർ ഫ്രയറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഞാൻ രണ്ടാമത് ഇട്ടപ്പം നോക്കി തന്നെ ഇടുന്നത്. ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഒരു വൈകുന്നേരം അല്ലേ കാപ്പിയൊക്കെ ഉണ്ടാക്കി നഗ്ഗറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാന്ന്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇത് നന്നായിട്ട് ഇതായിപ്പോയി. എടാ കൊള്ളത്തില്ലടാ. ഇത് കഴിച്ചു നോക്കിയത്. പക്ഷെ ഇത് ഉള്ളിൽ വന്നിട്ടില്ല. ഇത് എയർ ഫ്രയറിൽ ചെയ്താണ്. ഇത് ചീസ് ചിക്കൻ ചീസ് ആയിരിക്കും നീ കടിച്ചത്. അല്ല ഭയങ്കര പുളിപ്പ്. നീ കഴിച്ചു നോക്ക്. ഭയങ്കര പുളിപ്പ്. ബോഡി വിത്ത് മസിൽ ഷോ. എടാ എങ്ങനെയുണ്ട്? ഭയങ്കര പുളി. ഇനി ഈ സാധനം കൊള്ളത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മള് രാമചന്ദ്രനാണ് ഇത് വാങ്ങിച്ചത്. അതെങ്ങനെയുണ്ട്? അയ്യോ എന്റെ 300 രൂപ പോയി തന്നെ അർത്ഥം ആണോ? മറ്റേ ബോൾസ് എടുത്തേ, ചിക്കൻ നഗറ്റ്സിന്റെ ബോൾസ് അതെടുത്ത് നോക്കിയാൽ എന്താ? അല്ല ഇത് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. That means, which means, കൊള്ളത്തില്ല. ഫ്രഞ്ച് ഫ്രൈസിനെ ഉണ്ടാക്കാൻ ചായയുടെ കൂടെ വേണ്ട വേണ്ട വേണ്ട, 2-3 എടുത്താൽ മതി. അമ്മയെ വാങ്ങിച്ചത് ഇല്ല, മൊത്തം എടുക്കട്ടാണ്. ഇതിനി ആക്ക് കൊടുക്കൂന്ന ഈശ്വര. ഇത് ഭയങ്കര ഫ്ലോപ്പ് ആയി പോയല്ലോ. എന്റെ അത്ര എണ്ണ വേസ്റ്റ്. 1 കിലോ എണ്ണയ്ക്ക് 400 രൂപ ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക്. ഇതെന്താ ഇങ്ങനെ ആയത്? ഒരു സ്മെല്ല് കൊണ്ട് ഭയങ്കര പുളിപ്പൊക്കെ വന്നിട്ട് വൃത്തികെട്ട സ്മെല്ലുണ്ടല്ലോ. മറ്റേ സോസ് എടുത്തേ, സോസിൽ മുക്കി കഴിച്ചു നോക്കിയാ കൊള്ളാം. നോക്കേ നഗറ്റ്സ് എടുക്ക്. നഗറ്റ്സ് മീൻസ് ഇത് നമ്മൾ ഇതിന്റെ ബോൾസ് ആണ് ഇടാൻ പോകുന്നത്. ഇതിനി എങ്ങനെ വരും നമുക്ക് നോക്കാം. ഓക്കെ, കുരുപ്പേ ഒറിയാനെ അപ്പുറത്ത് പോ. ഞാനിവിടെ ജീവൻ പണയം വെച്ച് ഓരോ ഫുഡ് ഉണ്ടാക്കി. അപ്പുറത്ത് പോ. നമുക്ക് നോക്കാം. കരിയാതെ നോക്കണം, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടാസ്ക്. നമുക്കത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ജീവിതത്തിൽ ആദ്യമായിട്ട് നഗറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇത്രയും മോശമായിട്ട് വന്നു. അത് നമ്മള് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്ന സാധനമാണല്ലോ. അപ്പൊ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ അന്നത്തെ പ്രോഡക്റ്റിന്റെ കുഴപ്പമായിരിക്കും. ഇതിനിപ്പോ എന്താ അവസ്ഥ എനിക്ക് അറിയത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നോ അറിയില്ല. ഇതും കൂടെ കൊള്ളില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബ്രാൻഡ് പറഞ്ഞുതരാൻ കണ്ടു. നിങ്ങൾ ആരും വാങ്ങിക്കരുത്. അത്രയ്ക്കായോ? ഇത് ചിക്കൻ നഗറ്റ്സിന്റെ ബോൾസ് ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. എത്ര രൂപയെന്ന് അറിയാമോ? ഒന്നിന് 300, മറ്റേ വലുതിന് 220, ഇതിന് 350 സംതിങ് ആണ്. കരിയാറ് നോക്കണം. നമ്മളെ ചിക്കൻ്റെ നഗറ്റ്സിന്റെ ബോൾസ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ തിയേറ്ററിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന പോലെ
കറക്റ്റായിട്ടുണ്ട്. അല്ലോ അപ്പം അതിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മൾ മറ്റേ ആ വാങ്ങിച്ചതിൻ്റെ പ്രശ്നമാണ്. ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും ഞാൻ ഉണ്ടാക്കിയ കോഫി. ആഹാ, എടാ പാട്ട് കുറച്ച് കോപ്പിറൈറ്റ് അടിക്കും. ഇഷ്ടാ? ആഹാ, എന്താ ടേസ്റ്റ്. അപ്പം ചിക്കൻ നഗറ്റ്സും കാപ്പിയും കൊള്ളാം കേട്ടോ. നിനക്കിനി ഉണ്ടാക്കണോ? ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഏതിൻ്റെയാ? എന്തോ ഒരു മാസ്റ്റർ ഷെഫ്, ITC മാസ്റ്റർ ഷെഫിന്റെ ചിക്കൻ പോപ്കോൺ ആണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് വന്നപ്പോൾ എടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നു. അത് ഇതിനകത്ത് കുറേ ഉണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 330. എനിക്ക് തോന്നുന്നു ഒരു ½ kg ഇതുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഉണ്ടാക്കുന്നില്ലേ. ഫ്രഞ്ച് ഫ്രൈസ് എടുത്തത് കാണിക്കുക വീഡിയോയില്. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ. ഇത് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യണം. ഫ്രഞ്ച് ഫ്രൈസ് നമ്മള് ഇതിലാ ചെയ്തത്, എയർ ഫ്രൈറിലാണ് ചെയ്തത്. ഒരു ശകലം പോലും എണ്ണ ഇല്ലാണ്ട്. കടയിൽ വാങ്ങിക്കുന്ന പോലെ ഉണ്ട്. കാപ്പി ചൂടാക്ക്, തണുത്തത്. സംസാരിച്ചോണ്ടിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി കേട്ടോ. നല്ലതായിരുന്നു, മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനി വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുന്ന് ലിച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങിക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ലിച്ചി കഴിക്കുന്നത്. പിന്നെ ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് നമ്മൾ കുറച്ചധികം മാംഗോ വാങ്ങിച്ചു. പക്ഷേ 2 ദിവസം പോലും ഇവിടെ ഉണ്ടാവില്ല. അത്രയ്ക്കും ഫാസ്റ്റായിട്ട് ഉണ്ണി കഴിച്ച് തീർക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തീരുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ.